ഇനി കോട്ടയം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ 6 സീറ്റിൽ വിജയിക്കുമെന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. 6000 മുതൽ 8000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലായിൽ ജോസ് കെ മാണി വിജയിക്കും. നിലവിലെ 5 സീറ്റുകളിലും വിജയിക്കും. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മന് കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷം ഉണ്ടാവില്ലെന്നുമാണ് കണക്ക്. അജിത് ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. അജിത്, കോട്ടയം എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ ഉള്ള സ്ഥലമാണ്. അവിടെയാണ് CPIM-ന്റെ പ്രതീക്ഷകൾ ഇത്തരത്തിൽ വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ എത്ര ഭൂരിപക്ഷം നേടും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിൽ കുറവുണ്ടാകും എന്നാണ് CPIM വിലയിരുത്തുന്നത്. കോട്ടയത്തെ പ്രകടനം എങ്ങനെയാണ് അവർ സ്വയം നോക്കിക്കാണുന്നത്? ഏറ്റവും പ്രധാനമായും പാല ഇത്തവണ പിടിച്ചെടുക്കുമെന്നുള്ളത് CPM-ന്റെ കണക്കുകൂട്ടലാണ്. അതായത് 6000 മുതൽ 8000 വരെ വോട്ടുകൾക്കായിരിക്കും ജോസ് കെ മാണി വിജയിക്കുക എന്നുള്ളതാണ് CPM-ന്റെ കണക്ക്. അതിന് കാരണമായി വിലയിരുത്തുന്നത് ഈ മാണി സി കാപ്പന്റെ സംഘടനാപരത്തിലുള്ള വർക്ക് കാര്യമായി നടന്നില്ല. UDF പ്രവർത്തകർ വീടുകളിൽ കയറുന്നതിലടക്കം കാര്യത്തിൽ വലിയ വീഴ്ച വരുത്തി. മാത്രമല്ല, അവിടെ ഉണ്ടായ ക്യാമ്പയിനുകൾ കൗണ്ടർ ചെയ്യുന്നതിനും കാര്യമായ ഇടപെടൽ UDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഷോൺ ജോർജ് വോട്ട് പിടിക്കുന്നത് കൂടെ കൂടുമ്പോൾ അത് LDF-ന് അനുകൂലമാകുമെന്നുള്ള വിലയിരുത്തലാണ് LDF-നുള്ളത്. 6000 മുതൽ 8000 വരെ വോട്ടുകൾക്ക് പാലായിൽ ജയിക്കുമെന്ന് വിലയിരുത്തുന്നു. അതുകൂടാതെ നേരത്തെ ജയിച്ച 5 മണ്ഡലങ്ങളും ജയിക്കും എന്നുള്ളതും CPM-ന്റെ വിലയിരുത്തലാണ്. അതിലേക മത്സരം നേരിടുന്നത് പൂഞ്ഞാറിലാണ്. പൂഞ്ഞാറിലൊരു ത്രികോണ മത്സരമാണ് ഉണ്ടായിരിക്കുന്നത് CPM വിലയിരുത്തുന്നു. ഇതുകൂടാതെ കടുത്തുരുത്തിയിലും ശക്തമായ മത്സരമായിരുന്നു നടന്നതെന്ന് CPM വിലയിരുത്തുന്നു. അവിടെ ഒരുപക്ഷെ വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം പോലും ഉണ്ട് എന്നുള്ളതാണ് CPM-ന്റെ വിലയിരുത്തൽ. അതുപോലെ കോട്ടയത്തും പുതുപ്പള്ളിയിലും ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയുമെന്നും CPM വിലയിരുത്തുന്നു. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്കെങ്കിലും ഇത്തരത്തിൽ പുതുപ്പള്ളിയിൽ കുറയ്ക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകുമെന്നുള്ളതാണ് വിലയിരുത്തൽ. ഏതാണെങ്കിലും വലിയ മത്സരം നടന്ന ജില്ലയിൽ CPM-ന്റെ പ്രതീക്ഷ 6 സീറ്റുകളാണ്. ആകെയുള്ള 9 സീറ്റുകളിൽ 6 എന്ന് പറയുമ്പോൾ അത് വലിയ ശതമാനം സീറ്റുകളാണ്. അത്രത്തോളം സീറ്റുകൾ കോട്ടയം ജില്ലയിൽ ഒരു കാലത്ത് CPM-നോ ഇടതുപക്ഷത്തിനോ LDF-നോ ആലോചിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് കോട്ടയത്തെ സംബന്ധിച്ച് നടന്നൊരു കാര്യമാണ്, പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന്റെ വരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇത്രത്തോളം സീറ്റ് LDF-ന് കോട്ടയത്ത് നിന്ന് ലഭിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. ഏതാണെങ്കിലും അത്തരത്തിലുള്ള ഒരു കണക്കാണ് ഇപ്പോൾ LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിൽ ഇനി ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമാണ് ഈ കണക്കിന് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് അറിയാൻ കഴിയുക. ഏതാണെങ്കിലും മധ്യ കേരളത്തിൽ UDF-ന് തിരിച്ചടി ഉണ്ടായാൽ അത് ഭരണത്തിലേക്ക് വരുന്നതിലടക്കം തടസ്സമുണ്ടാകുമെന്ന് വിലയിരുത്തലുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ഈ ഇത് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. 6 സീറ്റാണ് LDF ജില്ലയിൽ കണക്ക് കൂട്ടുന്നത്. ശരി അജിത്, അത്തരത്തിലാണ് മധ്യ കേരളത്തിൽ കോട്ടയത്തിലെ LDF-ന്റെ കണക്കുകൂട്ടൽ ഉണ്ടാകുന്നത്. ഇനി നമുക്ക്